ഇടുക്കി മുള്ളരിങ്ങാട് വൈദികൻ സഞ്ചരിച്ച കാറ് ഒഴുക്കിൽപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് സംഭവം. തലനാടിലേക്കാണ് വൈദികൻ രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഫിജി, ഇന്നലെ രാത്രി ഇടുക്കി ജില്ലയിൽ അപേക്ഷിച്ച് പല മേഖലകളിലും ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. ഈ ഇടുക്കി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മുള്ളരിങ്ങാടിലാണ് അതിശക്തമായ മഴയെ തുടർന്ന് ഈ വൈദികന്റെ കാർ ഒഴുക്കിൽ അകപ്പെട്ടത്. വൈദികൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. രാത്രി ഏകദേശം ഒരു 9:30-ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈദികൻ പള്ളിയിലേക്ക് പോകുന്ന ശേഷം ഈ പുഴയിലെ വെള്ളം കരകവിഞ്ഞ് ഈ റോഡിലേക്ക് നല്ല നീരൊഴുക്കായിരുന്നു. തുടർന്ന് ഈ കാറ് ഒഴുക്കിൽ അകപ്പെടുകയായിരുന്നു. വൈദികൻ തുടർന്ന് കാറിന്റെ മുൻഭാഗത്തെ ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. പിന്നീട് പിൻഭാഗത്ത് കൂടെ ഡോർ തുറന്നാണ് വൈദികൻ രക്ഷപ്പെട്ട് നീന്തി കരക്കെടുത്തത്. പിന്നെ തുടർന്ന് നാട്ടുകാരാണ് വൈദികനെ രക്ഷപ്പെട്ടത്. കാർ ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു. ഏകദേശം പുലർച്ചെയോടെയാണ് ഈ കാർ കണ്ടെത്തിയത്. ഏകദേശം 200 മീറ്ററിലധികം കാർ ഒഴുക്കി അകപ്പെട്ട് ദൂരെ പോയിരുന്നു. പുഴയ്ക്കരികിൽ വെച്ചാണ് അരികിലാണ് ഈ പുലർച്ചെ ഈ കാർ നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ കാർ ഏകദേശം ഒരു അരമണിക്കൂറോളം പാടുപെട്ടാണ് ഈ കാർ ഇപ്പോൾ കരക്കെത്തിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ 2018-ന് ശേഷം ഉണ്ടായ ശക്തമായ മഴയാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മേഖലയിൽ കനത്ത കൃഷിനാശവും ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ 1-ാം വാർഡിനെയും 17-ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡ് പൂർണ്ണമായും തകർന്നു. 250ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 1-ാം വാർഡിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. 17-ാം വാർഡിലാണ് കടകളും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഈ 1-ാം വാർഡിലെ കുടുംബങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോകണമെങ്കിൽ ഈ പാലത്തിലൂടെ വേണം അപ്പുറേ പോകാൻ. ഏതായാലും വാഹന ഗതാഗതം പൂർണ്ണമായി തന്നെ നിലച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം കാൽനട യാത്ര മാത്രമാണ് ഇപ്പോൾ ഇവിടെ സാധ്യമാവുക. വാഹനത്തിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി വേണം ഈ ആളുകൾക്ക് ഇതുവഴി സഞ്ചരിച്ച് 17-ാം വാർഡിലേക്ക് എത്താൻ. മറ്റാവശ്യങ്ങൾക്കെല്ലാം തന്നെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഏതായാലും പാലത്തിന്റെ അപ്രോച്ച് റോഡ് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. കൂടാതെ ഈ മേഖലയിൽ ശക്തമായ മഴയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ആളുകൾ പറയുന്നത്. ഈ വൈദികൻ രക്ഷപ്പെട്ടതും വലിയ തലനാരിഴയ്ക്കാണ്. ഈ ലൂർദ്മാത പള്ളിയിലെ വികാരിയാണ് ജോർജ് ജേക്കബ് പട്ടപ്പള്ളിയിൽ വൈദികനാണ് ഈ തലനാരിഴയ്ക്ക് ഇന്നലെ രക്ഷപ്പെട്ടതെന്ന് വേണം പറയാം. വൈദികന്റെ കാറ്, മൊബൈൽ ഫോണെല്ലാം തന്നെ നഷ്ടമായിരുന്നു. പിന്നീട് പുറത്തെത്തിയ ശേഷമാണ് വൈദികൻ പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതകരമായി തന്നെ ശക്തമായ ഒഴുക്കായിരുന്നു. മുൻവശത്തെ ഡോർ തുറക്കാൻ സാധിക്കാത്തപ്പോൾ ആദ്യം വലിയ രീതിയിൽ ഒരു ഭയമുണ്ടായിരുന്നു. പിന്നീട് എന്തോ ഒരു ധൈര്യം താൻ വീണ്ടെടുത്ത് പിന്നിലുള്ള ഒരു കാറിന്റെ പിൻവാതിൽ തുറന്നാണ് രക്ഷപ്പെട്ടതെന്നെല്ലാം തന്നെയാണ് ഈ വൈദികൻ സാക്ഷ്യപ്പെടുത്തിയത്. ഏതായാലും ശക്തമായ മഴയാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നേരിമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും കനത്ത മഴയാണ് ഉണ്ടായിരുന്നത്. ഈ മേഖലയിൽ കാട്ടാൻ ഇറങ്ങിയിട്ടും ഇവിടെയുള്ള യാത്രാമാർഗത്തിന് വലിയൊരു തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശാന്തമുണ്ട്. ഏതായാലും ഈ മുള്ളരിങ്ങാട് മേഖലയിലെ ആളുകൾ കടുത്ത ആശങ്കയിൽ തന്നെയാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മഴയെ തുടർന്ന് വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബിനീഷ് ആന്റണി, ഇടുക്കിയിൽ നിന്ന്.